ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ഭോഗാഭിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഗുരുവായൂരപ്പ ശരണം. ഭൂദന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. സംപൂജ്യരായ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കളായ സത്സംഗികൾക്കും സജ്ജനങ്ങൾക്കും എല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട വിജയ ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണിക്കൂർ മുമ്പ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. വളരെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. ചേച്ചിയുടെ അനുഗ്രഹത്തോടെയും ഗുരുകാരണന്മാരുടെ അനുഗ്രഹത്തോടെയും നിങ്ങളെല്ലാം അനുഗ്രഹത്തോടെയും ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങുന്നു. ഇന്ന് ചിത്രകൂടം മുതൽ ദശരഥന്റെ ചരമഗതിയും അതിനുശേഷമുണ്ടാകുന്ന ഭരതവിലാപവും നാരീജന വിലാപവും പിന്നെ ഭരതൻ രാമസവിധത്തിലേക്ക് പോകുന്നതുമായ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. രാമായണം ആമുഖം ആവശ്യമില്ലാത്ത ഒരു മഹത് ഗ്രന്ഥമാണ്. രാമന്റെ അയനം എന്ന് പറഞ്ഞാൽ രാമന്റെ യാത്ര ആണ് രാമായണം. രാമന്റെ യാത്ര എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കൂടെ യാത്രയായി മാറുമ്പോഴേ ആ രാമായണത്തിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. രാമനോടൊപ്പം രാമനിലേക്കുള്ള യാത്ര. രാമായണം രാമന്റെ മാത്രം യാത്രമല്ല, നമ്മളുടെ യാത്രയാവുമ്പോൾ അത് ആത്മായനവും അതോടൊപ്പം തന്നെ അനേകം സുഹൃത്തുക്കളുടെയും രാവണനെ പോലുള്ള ഒരു രാമായണം രാവണായനം കൂടിയാകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എല്ലാവരും രാമനിലേക്ക് ഒഴുകിയെത്തുന്ന മനോഹരമായ കാഴ്ചകള്, അത് വിരാധനായാലും കബന്ധനായാലും എല്ലാവരും രാമനിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതിൽ പരം ഒരു സുഹൃതം നമുക്ക് എവിടെ ലഭിക്കുവാനാണ്? അപ്പോൾ രാമായണത്തിന്റെ അയനം നമ്മൾ ഇന്ന് ചിത്രകൂടത്തിൽ എത്തി നിൽക്കുകയാണ്. ചിത്രകൂടത്തിൽ നിന്ന് നമുക്ക് കഥ ആരംഭിക്കാം. ചിത്രകൂടം എന്നാൽ മന്ദാകിനിയുടെ തീരത്ത് മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. അവിടെ രാമൻ സീതയോടൊപ്പം താമസിക്കാൻ വഴി കാട്ടിയത് തന്നെ ഭരദ്വാജനും വാൽമീകിയുമാണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാമൻ ജീവാത്മാവായ സീതയുടെ മടിയിൽ രാമൻ, പരമാത്മാവായ രാമൻ കിടന്നുറങ്ങുമ്പോൾ ആ ശേഷനാഗമായ ലക്ഷ്മണൻ കാവൽ നിൽക്കുന്നു. രാമൻ സീതയോട് പറയുന്നുണ്ട്, സീത ഉണരുമ്പോൾ, അല്ലയോ സീതയെ, ജാനകി നോക്കൂ, മന്ദാകിനിയിലേക്ക് നോക്കൂ, നിന്റെ മുഖം പോലെ തന്നെ മനോഹരങ്ങളായ പുഷ്പങ്ങൾ അവിടെ ഒഴുകി നടക്കുന്നത് നീ കാണുന്നില്ലേ? സീത അത് ഉദ്ദേശിക്കുന്നത് വളരെ വളരെ മനോഹരമായ മന്ദാകിനിയുടെ തീരത്ത് കുറച്ചു നാൾ താമസിച്ചപ്പോൾ രാമൻ തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു, തൻ്റെ അച്ഛന്റെ ആസന്നമായ മരണത്തെ അല്ലെങ്കിൽ അവസാന സമയത്തെ കർമ്മകാണ്ഡങ്ങളുടെ ദുഃഖങ്ങളും പേറിക്കൊണ്ട് ഇവിടെ ദശരഥൻ രാമ രാമ എന്ന് വിളിച്ച്, ഹേ രാമ, ഹേ ലക്ഷ്മണ, ഹേ സീതയെ ജനകജെ, നിങ്ങളെ കാണാതെ പോകണമല്ലോ, എന്റെ വിധി അതാണല്ലോ എന്റെ വിധി എന്നും പറഞ്ഞുകൊണ്ട് കരയുന്ന ദശരഥനെ നമുക്ക് കാണാം. ആരാണ് ദശരഥൻ? അല്ലെ, 10 രഥങ്ങളെ ഏകകാലത്തിൽ അനേകം ദിക്കുകളിലേക്ക് പായിക്കാൻ കഴിയുള്ള ആ ഇക്ഷാകു വംശത്തിലെ, സൂര്യവംശത്തിലെ വളരെ പ്രഗത്ഭനായ രാജാവ് ശംഭരാസുരനുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി ദേവലോകത്ത് ദേവേന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ചെത്തി 1000 വർഷം യുദ്ധം ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അങ്ങനെ 1000 വർഷം യുദ്ധം ചെയ്ത ആ ദശരഥൻ, ശ്രീരാമന്റെ പിതാവായ ദശരഥൻ ഇതാ ഇവിടെ ദുഃഖിച്ച് കരയുന്നു. ആ ദുഃഖത്തിന് കാരണമോ മമത്വബന്ധങ്ങള്. ഗീത പറയുന്നില്ല, ഈ ദുഃഖം ഉപേക്ഷിക്കണം, ദുഃഖമില്ലാതാവണമെങ്കിൽ മമ എന്നുള്ള എന്റേത്, ഞാൻ, എന്റേത് എന്നുള്ള ചിന്തകളില്ലാതാക്കണം. രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് അനേകം വഴികളാണ്, സത്യങ്ങളാണ്. അപ്പൊ ദശരഥൻ ഏകകാലത്തിൽ അനേകം 10 ദിക്കിലേക്ക് രഥത്തെ നയിക്കാൻ കഴിയുന്ന ദേവലോകത്ത് ചെന്ന് അസുരന്മാരെ കീഴടക്കിയ ആ
ദശരഥന് പോലും കർമ്മപാശം പിടിപെട്ടു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിക്കണം. രത്നാകരൻ പറഞ്ഞത് ഇതാ ഇവിടെ വീണ്ടും സത്യമായിട്ട് ഭവിക്കുന്നു. എന്താണ് പറ്റിയത്? ഒരു മുനിബാലന്റെ ശാപം. ഭാഗവത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു ബ്രാഹ്മണ ബാലൻ ശമീകന്റെ പുത്രനായ ശൃംഗി തന്റെ നാവ് വെളിയിലിട്ടപ്പോഴ് പരീക്ഷത്തെ ഇനി അങ്ങയ്ക്ക് 7 ദിവസം മാത്രമേ ഉള്ളൂ ഭാഗവതം കാണിച്ചിരുന്നു. ഇവിടെയോ? ഇവിടെ മറ്റൊരു വൈശ്രവണൻ എന്ന താപസകുമാരൻ ദുഃഖം ശാപമായിട്ടൊഴുകി. ഹേ രാജാവേ, പുത്രദുഃഖത്താൽ അങ്ങയും മരിക്കും. ശാപമാണ്. അവിടെ ഒരു അച്ഛന്റെ ദുഃഖം കണ്ട് മകൻ ശപിച്ചപ്പോൾ, ഭാഗവതത്തിൽ അച്ഛന്റെ ദുഃഖം കണ്ട് മകൻ ശപിച്ചപ്പോൾ, ഇവിടെ രാമായണത്തിൽ മകന്റെ ദുരവസ്ഥ കണ്ട് അച്ഛനും ശപിക്കുന്നു. ആരായാലും കർമ്മശാപത്തിൽ നിന്ന് മോക്ഷമില്ല എന്ന് രാമായണം നമ്മെ ഓർപ്പിക്കുന്നു. അനുനിമിഷം വഗ്നി സന്തപ്തമാം. നമ്മൾ ഭാഗവതത്തിൽ രാമായണത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. വഗ്നി സന്തപ്തമാം ലോഹാസ്തു ബന്ധുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ഈ ജീവിതം എത്രയോ ക്ഷണഭങ്കുരമാണ്. നമ്മൾ ഭാഗവതത്തിൽ തന്നെ കാണിച്ചിരുന്നുണ്ട്. എന്താ? ദുർലഭം മാനുഷം ജന്മം എന്ന് പറയുന്ന ഭാഗവതം തന്നെ പിന്നീട് നമ്മൾ മറ്റൊരു കഥ കാണിക്കുന്നു. ദുർബലം മാനുഷം ജന്മം. ദുർലഭമായ ഈ മനുഷ്യ ജന്മത്തില് നമ്മളെത്രയോ ദുർബലന്മാരാണ്. എന്നാൽ പരമാത്മാവായ രാമൻ കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന് രാമായണം നമ്മളെ, ഭാഗവതം നമ്മളെ, ഭഗവത്ഗീത നമ്മളെ അനുനിമിഷം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ചിത്രകൂടത്തിൽ നിന്ന് കഥ ദശരഥന്റെ കൗസല്യാദേവിയുടെ അന്തഃപുരത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അവിടെയോ ദശരഥൻ കരയുന്നു. രാമ രാമ, ഹേ സീതേ, ഹേ ലക്ഷ്മണ. കരഞ്ഞു തളർന്ന ദശരഥൻ അവസാനം ഭഗവത് പദം പോകുന്നെന്ന് നമുക്ക് കാണാം. അപ്പൊ ഒന്നുകൂടി ഒരു സാന്ദർഭികമായി പറയട്ടെ. 1000 വർഷം ദേവലോകത്ത് ചെന്ന് നിന്ന് യുദ്ധം ചെയ്ത തന്റെ എല്ലാ ബന്ധുമിത്രാദികളെയും ഉപേക്ഷിച്ചെന്ന് ഞാൻ പറയില്ല, പിരിഞ്ഞ് പോയി യുദ്ധം ചെയ്ത ദശരഥന് 14 വർഷം തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാതായി. അതും ഭഗവാനാണ് രാമൻ എന്ന എത്രയോ വട്ടം. മനുഷ്യനല്ല രാമൻ, സാക്ഷാൽ ജഗന്നായകൻ വിഷ്ണു. എത്രയോ സന്ദർഭങ്ങളില് രാമായണം നമുക്ക് പറഞ്ഞു തന്നു. ദശരഥനോട് പറഞ്ഞു, വസിഷ്ഠാദികൾ പറഞ്ഞു, രാമദേവൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എന്നിട്ടും ദശരഥൻ ദുഃഖം എന്തേ? മമതാബന്ധങ്ങളാണ് ദുഃഖമുണ്ടാക്കുന്നത്. അങ്ങനെ ആ ദശരഥന്റെ കഥയോ അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാൽമീകി പറഞ്ഞ അതേ കഥ, രത്നാകരൻ പറഞ്ഞ അതേ കഥ അല്ലേ? കർമ്മങ്ങൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. ഒരിക്കൽ നായാട്ടിന് പോയ ദശരഥൻ ഒരു ആശ്രമബാലൻ കുടത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടിട്ട് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അസ്ത്രത്തെ അയക്കുന്നു. പിന്നീട് ഉയർന്നു കേട്ടതൊരു താപസബാലന്റെ കരച്ചിലാണ്. ഹതോസ്നേഹം ഹതോസ്നേഹം, ഹഹാ ഹതോസ്നേഹം, ഹഹാ ഹതോസ്നേഹം. അയ്യോ, ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നെ കാത്ത് വിശന്ന് ദാഹിച്ചിരിക്കുന്ന 2 താപസ മൂർത്തികൾ അവിടെ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും. വെള്ളം കൊണ്ടുപോയി കൊടുക്കൂ രാജാവേ. ഞാൻ അങ്ങേ ശപിക്കുന്നില്ല. എനിക്ക് മനസ്സിലായി ഇതെല്ലാം കർമ്മബന്ധങ്ങളുടെ പാസം തന്നെയാണ്. നമ്മളെല്ലാം ബന്ധിച്ച സാധനം കർമ്മബന്ധം എന്നറിയേണ്ടു അല്ലേ? നമ്മളോട് പുന്നാനം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ ആ ബാലൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പരിഭവങ്ങളില്ല, എനിക്ക് ദുഃഖമില്ല. എൻ്റെ ഒരു ദുഃഖം ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും അവിടെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്നു. അങ്ങി വെള്ളം കൊണ്ടുപോയി കൊടുക്കണം അവർക്ക്. മകനാണ് വരുന്നതെന്ന് വിചാരിച്ച്, രാജാവിന്റെ ആ പദസ്പന്ദനങ്ങൾ കേട്ട് മകനാണ് വരുന്നതെന്ന് വിചാരിച്ച് പറയൂ, വെള്ളം കൊണ്ടുവരൂ. എന്താ മകനെ ഇത്രയും വൈകിയത്? നിന്നെ കാത്തു എത്രയോ നേരമായി ഞങ്ങൾ ഇരിക്കുന്നു. ഈ അന്ധരായ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഇനി ഞങ്ങൾ കുറച്ചു നേരത്തേക്കെങ്കിലും ചിന്തിച്ചു പോയി. അതുകൊണ്ട് വേഗം വെള്ളം തരൂ. പക്ഷേ നിമിഷ നേരങ്ങൾക്കകം തന്നെ അവർക്ക് മനസ്സിലായി ഇത് തങ്ങളുടെ പ്രിയപുത്രനല്ല, അയോധ്യാവതിയായ ദശരഥനാണ്. മകന്റെ ആ ജീവനത്തെ, ശരീരത്തെ ദഹിപ്പിക്കുവാൻ ദശരഥനോട് തന്നെ അവർ സഹായം ആവശ്യപ്പെടുന്നു. അങ്ങനെ ദശരഥന്റെ സഹായത്തോടുകൂടി
ആ മകന്റെ ശരീരത്തെ ദഹിപ്പിച്ചതിന് ശേഷം ആ വൃദ്ധതാമസൻ ദശരഥനെ ശപിക്കുന്നു എന്ന് നമുക്ക് കാണാം. കർമ്മബന്ധങ്ങളുടെ പാസം തന്നെ, അഥവാ നമ്മൾ അനുഭവിക്കേണ്ട പോകേണ്ട വഴികളിലൂടെയെല്ലാം നാം പോയേ തീരൂ എന്ന് ഭാഗവതവും രാമായണവും എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അങ്ങനെ പുത്രദുഃഖത്താൽ അങ്ങും മരിക്കണമെന്ന് താപസബാലൻ ആ താപസ മുനിയുടെ ശാപത്തെ ഓർത്തോർത്ത് വിലപിച്ചുകൊണ്ട് കൗസല്യയോട് പറഞ്ഞുകൊണ്ട് രാമൻ തന്റെ ശരീരം ഉപേക്ഷിച്ചു പോകുന്നു, ദശരഥൻ തന്റെ ശരീരം ഉപേക്ഷിച്ചു പോകുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് ഭരതനും ശത്രുഘ്നനും അമ്മാവന്റെ അടുത്ത്, ദൂരെ അമ്മാവിന്റെ അടുത്തായിരുന്നു. ആളെ പറഞ്ഞു വിട്ടു, അവരെ വരുത്തിച്ചു. ഭരതൻ വരുമ്പോ എന്താ കാണുന്നത്? ഒന്നും അറിയാതെയാണ് ഭരതൻ കടന്നു വരുന്നത്. അയോധ്യ ശോകമൂകമായ അല്ലെ, പടുന്തിരി കത്തി ശോകമൂകമായ ഇരുട്ട് നിറഞ്ഞ അയോധ്യയെ കണ്ട് ഭരതനൊന്ന് അന്ധാളിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും രാമായണത്തില്. ഇതാ പറ്റിയത്, എന്റെ പിതാവായുള്ള ദശരഥൻ, സൂര്യ കുലതിലോത്തമനായ ദശരഥൻ വാഴുന്ന ശ്രീരാമചന്ദ്രൻ, സാക്ഷാൽ ഭഗവാനായ ശ്രീരാമചന്ദ്രൻ കളിയാടുന്ന അയോധ്യയില് എന്തേ ഇങ്ങനെ? കുറച്ചു നേരത്തേക്കൊന്നും മനസ്സിലായില്ല. എവിടെ ജ്യേഷ്ഠൻ എവിടെ? പിന്നീടാണ് അറിഞ്ഞത് മരിച്ചു. വളരെ ദുഃഖകരമായ നിമിഷങ്ങളാണ്. അപ്പോഴും പറഞ്ഞു, ചേട്ടനെ വിളിച്ച് രാമ, ഹേ രാമ, ലക്ഷ്മണ, ഹേ സീതയെ എന്ന് വിളിച്ചാണ് അച്ഛൻ മരിച്ചതെന്ന് കൈകേയിൽ നിന്നറിഞ്ഞ ആ ഭരതൻ ചോദിക്കുന്നുണ്ട്, എന്തേ അച്ഛൻ രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് കരയാൻ കാരണം? അവർ അടുത്തുണ്ടായിരുന്നില്ലേ? അപ്പോഴാണ് പറയുന്നത്, 14 വർഷത്തെ വനവാസവും വരവും എല്ലാം, ഹേ മകനെ, നിനക്കായി ഞാൻ ഇതാ ഈ രാജ്യം നിന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു, ഞാനത് വാങ്ങിയിരിക്കുന്നു നിനക്ക് വേണ്ടി. ഭരതൻ തന്റെ ഭ്രാതാവായ രാമനെ വെറും സഹോദരനായല്ല, പിതാവിന് തുല്യം തന്റെ ഈശ്വരനായി തന്നെ കാണുന്ന ആ ഭരതന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഭരതൻ പൊട്ടിത്തെറിക്കുന്നതും കരയുന്നതും വിലപിക്കുന്നതും എല്ലാം നമുക്ക് കാണാം. ദുഷ്ടേ ഭയങ്കരി, മുടേ നിശാചരി എന്തെല്ലാമാണ് വിളിക്കുന്നത്. ആരെ വിളിക്കുന്നത്? ദുഃഖത്തിന് മന്ധരയുമല്ല കൈകേയുമല്ല കാരണമെന്ന് രാമായണം ആവർത്തിച്ച് പറയുന്നുണ്ട്. കൈകേയിയല്ല, മന്ധരയല്ല രാമന്റെ ദുഃഖത്തിന് കാരണം, രാമന്റെ വനവാസത്തിന് കാരണം ഇവരാരുമല്ല എന്ന് എത്രയോ വട്ടം രാമായണം പറഞ്ഞിരുന്നു, വസിഷ്ഠൻ പറഞ്ഞിരുന്നു, രാമനും പറയുന്നുണ്ട് ഭരതനോട്. എന്നിട്ടും പാവം കൈകേയിക്ക് എന്തൊക്കെയാ കേൾക്കേണ്ടി വന്നത്? എന്താ കാരണം? രാമായണം പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്ഫലം. സത്സംഗത്തിന്റെ മഹിമയാണ് സുജനങ്ങളെ അത്. നമ്മളെപ്പോഴും സത്സംഗികളാവൂ. നമ്മൾ കേൾക്കേണ്ടത് മന്ധയെ പോലുള്ളവരുടെ വാക്കുകളല്ല, നമ്മൾ കേൾക്കേണ്ടത് രാമനാമങ്ങളാണ്, രാമന്റെ കഥകളാണ്, കൃഷ്ണന്റെ കഥകളാണ്. ഭരതനേക്കാളേറെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞ, ഭരതനേക്കാളേറെ എനിക്കിഷ്ടം രാമനാണെന്ന് പറഞ്ഞ കൈകേയിക്ക് പാവം, ഞാൻ അത്രേ പറയുള്ളൂ, പാവം കൈകേയി. രാമായണം തന്നെ കാണിച്ചിരുന്നു. എന്നിട്ടും എന്തേ കൈകേയിക്ക് ദുഃഖമുണ്ടാകുവാൻ കാരണം? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. സത്സംഗം, നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമമന്ത്രം എപ്പോഴും എൻ്റെ നാവിലുണ്ടായിടണം. നമ്മളെല്ലാം ചെല്ലുന്ന കീർത്തനമാണ് അല്ലേ? അപ്പോൾ നമ്മൾ നല്ലത് കേൾക്കുവാൻ ശ്രമിക്കുക, നല്ലത് പറയുവാൻ ശ്രമിക്കുക. മോശമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അസുരനാണ്. ശ്രവണാസുരന്മാർ നമ്മളുടെ ചെവിയിൽ വാഴുന്ന കാലത്തോളം നമ്മൾ ആസുരികതയുടെ പിടിയിലായിരിക്കും. നമ്മൾ ശ്രവണാസുരന്റെ പിടിയിലല്ല, രാമനാമങ്ങളുടെ പിടിയിലാണ് അകപ്പെടേണ്ടത്. രാമനാമങ്ങൾ സജ്ജനങ്ങളുള്ളിടത്തേക്ക് പോകൂ, സത്സംഗികളാകൂ, രാമായണം പറയുന്നു. അപ്പോൾ നമ്മളുടെ ദുഃഖത്തിനെല്ലാം കാരണം ദശരഥനിലൂടെ, മന്ധരയിലൂടെ, കൈകേയിലൂടെ നമ്മൾ രാമായണം ഓർപ്പിക്കുന്നു. ദുഃഖത്തിന് കാരണം നമ്മളുടെ തന്നെ പൂർവവാസനകളാണ്, പൂർവകർമ്മങ്ങളാണ്. അതിനാൽ നാം എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ശ്രദ്ധ ഈശ്വരനിലേക്ക്, രാമനിലേക്ക് തിരിക്കൂ.
ആത്മാരാമനിൽ അമരേണ്ട മനസ്സ് രാവണിലേക്ക് തിരിയുമ്പോൾ, രാവണൻ എന്ന് പറഞ്ഞാൽ തന്നെ രാവനം, ഇരുട്ട് കട്ട പിടിക്കുമ്പോൾ അത് രാവനമായിട്ട് മാറുന്നു, എഴുത്ത് നിറഞ്ഞ വനമായിട്ട് മാറുന്നു. ചിത്രകൂടത്തിൽ നമ്മൾ കണ്ടതാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവി എത്തിയപ്പോൾ ആ ചിത്രകൂടം പതിവിലും എത്രയോ ശോഭയോടെ തിളങ്ങി. മധ്യാഹ്ന സൂര്യൻ സ്വർണം പോലെ തിളങ്ങി എന്നാണ് പറയുന്നത് വാൽമീകി രാമായണം. അപ്പോൾ രാമനെത്തുമ്പോൾ ഏതും കൊടും വനം പോലും പ്രകാശപൂരിതമാകുന്നു. രാമനില്ലാണ്ട് വരുമ്പോഴോ അത് രാവനമാകുന്നു, ഇരുട്ടു കട്ട പിടിച്ച വനമാകുന്നു. അവിടെ രാത്രിഞ്ചരന്മാർ വരുന്നു, ക്രൂരമൃഗങ്ങൾ വരുന്നു. നമ്മുടെ മനസ്സൊരിക്കലും രാവനമാക്കല്ലേ, മായ്ക്കണം, രാമായണം. ഇരുട്ടിനെ മായ്ക്കാൻ രാമായണത്തിലേക്ക് തിരിയുക, രാമനിലേക്ക് തിരിയുക, ആത്മാരാമനിലേക്ക് തിരിയുക, ഭഗവാൻ കൃഷ്ണനിലേക്ക് തിരിയുക. അത് മാത്രമേ ശരണാഗതി അടയുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും നമുക്കില്ല. ഭരതന്റെ ദുഃഖം നമ്മൾ കണ്ടു. പിന്നീട് വസിഷ്ഠനാണ് ഉപദേശിക്കുന്നത്, ഭരതാവിഡ്ഢിത്തം ചെയ്യാതിരിക്കൂ. രാമന്റെ അവതാരോദ്ദേശം, രാമൻ മാനുഷനല്ല, ഒന്നല്ല അനേകം പ്രാവശ്യം പറയുന്നുണ്ട്. രാമൻ മാനുഷനല്ല, രാമൻ സാക്ഷാൽ ജഗന്നായകൻ വിഷ്ണു ബ്രഹ്മാവർദ്ധിക്ക മൂലം അവതരിച്ചതാണ്. അതുകൊണ്ട് ദുഃഖമെല്ലാം കളയൂ. എന്നിട്ടും ആ പാവം ഭരതൻ കയ്യോട് ചെന്ന് പറയുന്നുണ്ട്, അമ്മേ ഞാനല്ല, രാമദുഃഖത്തിന് കാരണം ഞാനല്ല അമ്മേ. എത്രയോ വികാര വിക്ഷോഭം ഉണ്ടാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് രാമായണം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഒന്ന് ഓർക്കണം, രാമായണം എത്രയോ വട്ടം പറയുന്നു, സീതാ ജനകജ, ജീവാത്മാവായ സീത, പരമാത്മാവായ രാമൻ ഒരു അവതാര ഉദ്ദേശത്തിന് വേണ്ടി, അതിലുപരി ഭക്തരായ അനേകം പേരെ, അഹല്യ മുതൽ വിരാധൻ മുതൽ കബന്ധൻ മുതൽ രാവണൻ വരെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ, രാവണൻ നമുക്കറിയാം ആരാണെന്ന്, ജയവിജയന്മാരുടെ അവതാരം തന്നെയാണ് അല്ലെ. അപ്പോൾ പുണ്യാത്മാക്കൾ തന്നെയാണ്, സാമവേദജ്ഞനാണ് രാവണൻ. ഇവിടെ ആരും ആസുരികമായ മുദ്ര കുത്തപ്പെടേണ്ടവരല്ല. സമയത്തിന്റെ എന്താ പറയുന്ന കളികൾ മൂലം, കേളികൾ മൂലം ആസുരികത ഭവിക്കുന്നതാണ്. അതില്ലാതാവണമെങ്കിൽ രാമനിലേക്ക് തിരിയുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നുകൂടി ഈ രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ ഓർപ്പിക്കുന്നു. അവസാനം ഭരതൻ വരാൻ വേണ്ടി എണ്ണൽ തോണിയിലിട്ടിരുന്ന ദശരഥന്റെ ദേഹത്തെ പുറത്തെടുത്ത് ശുശ്രൂഷാദികൾ ചെയ്തുകൊണ്ട് ആ രാമന്റെ ദശരഥന്റെ ദേഹത്തെ ദഹിപ്പിക്കുന്നതും എല്ലാവരുടെയും ദുഃഖം അണപൊട്ടിയൊഴുകുന്നതും നമുക്ക് കാണാം. രാമൻ അയോധ്യ വിട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞതുപോലെ അയോധ്യ ഒരിക്കൽ കൂടി കരഞ്ഞു, തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ ഓർത്ത്, ദശരഥനെ ഓർത്ത്. പക്ഷേ കാലം ഒന്നിനെയും തടുത്തു നിർത്താനാവില്ലല്ലോ. കാലം, ടൈം എന്ന് പറഞ്ഞ മൃത്യു, ചക്ഷുശ്രവണ ഇളസ്തമാം ദുർധരം. വരികൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എല്ലാവർക്കും പോകേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭരതനെ ആശ്വസിപ്പിക്കുമ്പോൾ ഭരതൻ പറയുന്നു, രാമനില്ലാത്ത രാജ്യം എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു, രാമനെ കൊണ്ടുവരാൻ ഞാൻ പോകുന്നു. ഈ അയോധ്യ ഭരിക്കേണ്ടത് എൻ്റെ ജ്യേഷ്ഠനാണ്, ആ ജ്യേഷ്ഠനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോകുന്നു. അയോധ്യയ്ക്ക് കൂടി ആഹ്ലാദ തിമിർപ്പിലായി അയോധ്യാവാസികൾ ഒന്നടങ്കം രാമനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന മനോഹരമായ കാഴ്ചയോടെയാണ് ഇന്നത്തെ രാമായണ പാരായണം അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു, ജനിമൃതികളില്ലാത്ത രാമൻ, ആത്മാരാമൻ. ആ രാമനിൽ അമരേണ്ട മനസ്സ് രാമനിൽ നിന്നകലുമ്പോൾ നമ്മൾ ദുഃഖത്തിന്റെ തടവറകളാകുന്നു. ദശരഥനായാലും കൈകേയിയായാലും ഭരതനായാലും എല്ലാം ആ ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പോഴും ധർമ്മവിഗ്രഹമായ രാമനിലേക്ക് തിരിയുന്ന ഭരതനെ പോലുള്ള രാമന്റെ പാദങ്ങളിൽ തന്റെ കർത്തവ്യം നിലനിർത്താൻ വേണ്ടി രാമപാദങ്ങളെ പിന്തുടർന്ന ലക്ഷ്മണൻ, അങ്ങനെ എത്രയോ എത്രയോ എത്രയോ
ഉജ്ജ്വലമായ കഥാപാത്രങ്ങളാണ് രാമായണം നമുക്ക് കാട്ടിത്തരുന്നത്. ചിത്രകൂടത്തിൽ നമ്മൾ കണ്ടാണ് രാമന് വേണ്ടി പർണശാല കെട്ടുന്ന ലക്ഷ്മണൻ. രാമൻ പോലും അത്ഭുതപ്പെട്ടു പോയത്രേ, ലക്ഷ്മണ നീ എന്നാണ് ഇങ്ങനെയെല്ലാം ഇത്ര മനോഹരമായിട്ട്, എന്റെ നിഴൽ പോലെ നടന്ന ലക്ഷ്മണൻ ഇത്ര മനോഹരമായിട്ട് ഒരു എഞ്ചിനീയറെ പോലെ മനോഹരമായ ഒരു പർണശാല കെട്ടിയപ്പോൾ പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഇനി എന്താണ് അസാധ്യമായിട്ടുള്ളത്. രാമൻ അപ്പൊ ഓർത്തുപോയി, സുമിത്ര വനവാസത്തിന് പുറപ്പെടുന്ന ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞത്, എന്റെ ജന്മം തന്നെ ഹേ ലക്ഷ്മണ രാമപൂജയ്ക്ക് വേണ്ടിയുള്ളതാണ്, രാമപാദങ്ങൾ സേവിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജന്മം സമ്പൂർണമാകുന്നത്, അർത്ഥവത്താകുന്നത് രാമനിലേക്ക് തിരിയുമ്പോഴാണ്. രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ സംഭാഷണം നിർത്തേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഇതിന് ഒരു അവസരം ഒരുക്കി തന്ന വിജയ ചേച്ചിയോടും അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകരോടും എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതൊരു സുഹൃതം, ഏതോ ജന്മ സുഹൃതം കൊണ്ടാണ് ചേച്ചിക്ക് എന്നെ വിളിക്കാൻ തോന്നിയത്. എനിക്ക് 2 വാക്ക് പറയാൻ പറ്റി. അധികമൊന്നും പ്രിപ്പയർഡ് ആയില്ല. തെറ്റുകുറ്റങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ടാവാം, ക്ഷമിക്കണം. എല്ലാം രാമപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. യു ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്. ഓക്കെ അല്ലേ? വേറെ തിരിച്ചെടുക്കാലോ. പാരായണം ആരംഭിക്കാം. സുകേഷ് ജി. നമസ്തേ. പാരായണം ആരംഭിക്കാൻ രാധാമണി അമ്മയെ ക്ഷണിക്കുന്നു. മൈക്ക് ഓൺ ചെയ്യണം. മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഓൺ ചെയ്യണം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ചിത്രകൂടപ്രവേശം. സീതയാ സാർത്ഥം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാജലഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാ മുനി. തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷി വിമോഹനമായ 2 ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കുന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവേടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവേ വാഴുന്നതുപോലെ ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ദശരഥന്റെ ചരമഗിരി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജാ ചെന്നയോധ്യ ബുക്കേടിനാൻ വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരർത്ഥ്യമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതിപ്പാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നുടെ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ആ രാമാ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന
ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൽത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായേ ആരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും മനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിന് നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാപതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ. എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ, അഷ്ടാംഗ നമസ്കാരം തോണി കരേറി ഗുഹനോടുകൂടവേ. പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്നം നിവൃത്തനായിടിനേൽ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായ ഒരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാഖേദിപ്പിയായിക നീ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ, സാക്ഷാൽ തപസ്സികളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗശരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനി തീരെ വനാന്തരെ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈലംഭോഗതമിതി. ചിന്തിച്ചുടന്നാദഭേദിനം സായകം സന്ധായ ചാവേ ദൃഢമയ ചീടിനേൻ. ഹാഹാ ഹതോസ്മ്യഹം, ഹാഹാ ഹതോസ്മ്യഹം. ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല. കേനവാ ഹന്ത ഹതോഹം വിധേ വൃതാ. പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർ കുദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതിത്രസ്തനായി തത്ര ചെന്നെത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു. ബാണമെയ്തേനതി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ.
വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറുക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ട് ഏറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ട് ശല്യോധരണം ചെയ്തു, പിന്നെ സജലം കലശവും കൈക്കൊണ്ടു. ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോട് നേത്രങ്ങളും വേർപെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. താൽപര്യമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകന്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗവനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദി തീരെ മൃഗാശയ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനും എന്നോട് ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൊക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തൊടും. എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുടറ്റോട് വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടി എന്നവലംബനം. ജന്തു വിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതോ ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനത് കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാകന്ത കഷ്ണം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ. നീ നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിയിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും. ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനം നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതോ താപസവാക്യം അസത്യമായും വരാ. മന്നവനേപം പറഞ്ഞു വിലാപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമാലക്ഷ്മണ, ഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കൂസുരാലയം. ജാനകീ ജീവന സ്മരണം ജയ ജയ രാമ 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 രാമ. പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം.
വായിച്ചോട്ടെ. ആ സുധാ ജയകുമാർ. ഹരേ രാമ 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 ഹരേ ഹരേ. ഭരതാഗമനം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടും ഉഴറി സസംഭ്രമമന്തപുരമകം പുക്കരുളി ചെയ്തു. ധൈര്യമയ ദ്രോണിയില തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകേ രാജ്യമകം പൊക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതീ വിദ്രുതം ചെന്നു ചൊല്ലുകന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം പൊക്കൂനത്വായുധാജിത്തിനോട് ചൊല്ലിയിടിനാൻ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കുന്ന ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും ഒങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പൊക്കു. സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്പാദവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോ വിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിന്ത്യ മടിയിൽ വച്ച് ഉത്തമാങ്കെ മുകർനാശി ചോദിച്ചിതു. ഭദ്രമല്ലീ മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃ ജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതീനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ട് അച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ. താതൻ എവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടോ ഒരു ഭരതനും ചോണീതലേ ദുഃഖ വിപുല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. ആ താതാ ദുഃഖ സമുദ്രേ നിമജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോരിനീ ദൈവമേ. പുത്രനീ വണ്ണം കരയുന്ന നേരം ഉത്ഥാപ്യ കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചീതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞതില്ല മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ആ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ. രാമ 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 സീതേ ജനകസുതേരി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകം ആരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണമെന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കുന്നതും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകി ദേവി പാതിവൃത്യമാലംബ്യവർത്തൃ സമം ഗമിച്ചിടിനാളാശു. സൗമിത്രയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. താതൻ അവരെ നിനച്ചു വിലപിച്ചു. ഖേദേന രാമരാമീതി ദേവാലയം പുക്കാനറിയുന്നു. മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്ത ശോകത്തിനെന്തോ ഒരു കാരണം. രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിതു. പൂജ്യനായി വാഴുക ചാപല്യം കളഞ്ഞു നീ.
എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെ ഇന്നാധി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോറുകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർത്തയേ ദുഷ്ടേ നിശാചാരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനെ ഞാൻ ചെന്നു മഞ്ഞിൽ വീണു മരിപ്പാനല്ലായെങ്കിലോ. കാളകൂടം കുടിച്ചിടുവനല്ലായെങ്കിൽ വാളെടുത്താശു കഴുത്തെറുത്തിയിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം ആദരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പുക്കാൻ. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതേ ദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ക്ഷീരാംബരജടധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ആ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും. ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വാ ഭരതനും ദുഃഖേനു ചൊല്ലിനാൻ. ആതുരമാനസയാകായികതുകൊണ്ടു മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവ്. മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞെത്രയേതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ പൂജിക്കുന്നതുണ്ട് ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാകെ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രിജനത്തോടു മൻപോട് എഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ. സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യ സുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്യ ബഹുധന ദക്ഷിണയും മുതാ ഗത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തരാർത്ഥാസനം ദുർലഭം വൃത്രാരി മുഖ്യത്രേ വന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ യാനനം താഴ്ത്തി നേത്രാമ്പുതു കേടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽക്കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും. ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവർ മാരത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. സംസാരം എത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ള ഒരു ശാന്തിയറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശകതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥകൾ എത്രാദി വസ്തുന വേർപെടുന്ന നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തി ദേഹികൾക്കെന്നിതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുതാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതപാത്രാഗ്രലഗ്നാംബു ബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സതീ നശ്വരം. പ്രാക്തന ദേഹസ്ഥകർമ്മണ ഭിന്നയം പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു.
ജീർണദേഹങ്ങൾ അവണ്ണാം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഇക്കർമ്മദേഹങ്ങൾ അറിയ നീ. ദുഃഖത്തിനെന്തോ ഒരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യൻ ആനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാസനാഥനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദൻ ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും ത്യക്വാ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകലാം. സംസ്കാര കർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനം കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും. ഇത്ര ഭൃത്യന്മാരമാത്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവം എടുത്തു നിരാടിച്ചു. ദിവ്യാംബരാഭരണ ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം. ദത്വാ തിലോദകം ദ്വാദശാവാസരെ ഭക്ത്യാ കഴിച്ചതു പിണ്ടവും ആദരാൽ. വേദപാരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപനതാമൂലഭൂഗങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ച ആശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ ഗാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവ വീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം നാനാ സുഹൃജനത്തോട് മനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തിയെ. അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനെ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ട് നിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവനന്ദനൻ ചൊല്ലിനാർ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്ക് ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോട് വൻപോട് ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനിത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം ബാധകമുണ്ടാമതല്ലായകിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്ന് അടിയനു രാജ്യം കൊണ്ടൊക്കെ മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഗൃതിരമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ജലക്ഷാമ പൂർണ്ണമായോ ഇന്നത്തെ ഭാഗം? ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പാരായണം ചെയ്ത രാധാമണി അമ്മക്കും വ്യാഖ്യാനം ചെയ്ത ഉണ്ണികൃഷ്ണൻ ജിയല്ല അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണകുമാർ ചേരാനന്ദജിക്കും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നന്ദി അറിയിക്കുന്നു. നാളെയും വ്യാഖ്യാനം തുടരും. സുകേഷ് ജി, നമ്മുടെ കഴിഞ്ഞ കൊല്ലം പാരായണം ചെയ്തവരൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അവരൊക്കെ എന്താ മൗനമായിട്ടിരിക്കുന്നത്? കീർത്തനമൊക്കെ ചെല്ലാൻ അറിയാവുന്ന നല്ല മിടുക്കരുണ്ടല്ലോ. കഴിഞ്ഞ തവണ ചൊല്ലിയതില് 3 പേര് ഇത്തവണ ചൊല്ലി, ബാക്കി ആരും ചൊല്ലിയില്ല. ഗിരിജ, ലതാ മനോഹരൻ, പിന്നെ ഇന്ന് ചൊല്ലിയ 3 പേര് എല്ലാരും മുന്നോട്ട് വരണമല്ലോ ഇനിയുള്ള ദിവസങ്ങളില്. സുധാജി 3 പേരാണ് ചൊല്ലിയത്. ബാക്കിയുള്ളവരും മുന്നോട്ട് വരണം.
അപ്പൊ ഇപ്പൊ ഏതായാലും തന്നെ പേരൊക്കെ പറയുവാണെങ്കിൽ എളുപ്പമാണല്ലേ നാളത്തേക്ക് അല്ലേ? അതെ, സുരക്ഷ അറിയിച്ചാലും മതി, ഗ്രൂപ്പിലിട്ടാലും മതി. ശാന്തി മന്ത്രത്തോടെ പിരിയാം. നാളെ വീണ്ടും കാണാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശുഭരാത്രി. നാളെ